അനുദിനം വികസിച്ചു വരുന്ന പരുന്തുംപാറ എന്ന ടൂറിസം മേഖലയെ തകർക്കുവാൻ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥ ലോബി. ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അനുദിനം വികസിച്ചു വരുന്ന പരുന്തുംപാറ ടൂറിസം കേന്ദ്രത്തെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ഏതാനും ചില മാധ്യമ ലോബിയും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ പരിണിത ഫലമായി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS പീരുമേട് വില്ലേജിലെ 534 മഞ്ഞുമല വില്ലേജിലെ 441 പെട്ട സർവേ നമ്പറിലെ ഭൂമിക്ക് മേൽ നടപടി സ്വീകരിച്ചു വരികയാണ്. പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റമെന്ന ചില മാധ്യമ വാർത്തയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ഈ നടപടി ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായി 1650 പേർക്ക് ഇതിനോടകം റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ച് പരിശോധന നടത്തി വരികയാണ്. യഥാർത്ഥത്തിൽ പരുന്തുംപാറയിൽ കയ്യേറ്റങ്ങളില്ല. എന്നാൽ പരുന്തുംപാറയുടെ പേരുപയോഗിച്ച് കല്ലാർ, ഓട്ടപ്പാലം, ഗ്രാമ്പി, കല്ലാർകവല, പീരുമേട് പ്രദേശങ്ങളിലെ 2 സെന്റ് മുതൽ ഭൂമി കൈവശമുള്ള സാധാരണ ജനവിഭാഗങ്ങൾ ഇപ്പോൾ കുടിയിറക്ക് ഭീഷണി നേരിടുകയാണ്. ഈ പ്രദേശങ്ങളിൽ നിർമ്മാണ നിരോധനവും നിലവിലുണ്ട്. ഇതിനെതിരെ ഈ നിരോധനം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭൂസംരക്ഷണ സമിതി രൂപീകരിച്ചു. ഈ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ച് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി സമരമുറികളിലേക്ക് വന്നതും നമുക്കറിയാം. നമ്മുടെ നാടിനെ സംബന്ധിച്ച്, ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഒട്ടേറെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയുടെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ നിയമ പരിരക്ഷയും നൽകിക്കൊണ്ട് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും അതനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കപ്പെടാണ് വിവിധങ്ങളായിട്ടുള്ള പരിസ്ഥിതി സംഘടനകൾ, കവട പരിസ്ഥിതിവാദികൾ ഇടുക്കി ജില്ലയെ എല്ലാ തരത്തിലും ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ആലോചിക്കുന്നത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അനധികൃതമായ നിയമവിരുദ്ധമായി ഇടുക്കി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരോധാജ്ഞ പിൻവലിക്കുന്നില്ല എങ്കിൽ പീരുമേട് താലൂക്കിലെ പീരുമേട് പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് എഗ്രിമെന്റ് വെക്കാനോ വീട് പണിയാനും വേണ്ടി കഴിയുന്നില്ല. എല്ലാ നിർമ്മാണ മേഖലയും സ്തംഭിച്ചിരിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച മുതൽ ബഹുമാനപ്പെട്ട പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശന്റെ നേതൃത്വത്തിൽ ഇവിടെ ഭവന പദ്ധതി ഗുണഭോക്താക്കളായി വീട് പണിയാൻ കഴിയാത്ത ആ ഗുണഭോക്താക്കളെ അണിനിരത്തിക്കൊണ്ട് ഈ വില്ലേജ് ഓഫീസ് മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കും. ഈ നിരോധാജ്ഞ പിൻവലിച്ചുകൊണ്ട് മാത്രമേ ഈ സമരം അവസാനിക്കുകയുള്ളൂ എന്ന കാര്യം പ്രഖ്യാപിക്കുകയാണ്. നിരോധനമടക്കമുള്ള നടപടികൾ ഉടൻ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും പിൻവലിക്കണമെന്നും ഇല്ലാത്ത പക്ഷം അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. ഉപരോധ സമരത്തിൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ A രാമൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനുമായ R ദിനേശൻ, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റ് പ്രസിഡന്റ് TJ മാത്യു, വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോൺ പോൾ, IUML ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം നഷീദ്, CPIM പാമ്പനാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി YM ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.